കെ സുരേന്ദ്രനെ പോലെയുള്ള ആളുകൾക്ക് ഇങ്ങോട്ട് വരാനുള്ള അവകാശമില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ അവരുടെ ആഗ്രഹത്തിനനുസരിച്ചല്ലോ ഞങ്ങൾ വരിക. ഈ അല്പസമയം മുമ്പ് യുവമോർച്ചയുടെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. ഈ സമരം ആരംഭിച്ചിട്ട് 33 ദിവസമായിട്ടും ഡിവൈഎഫ്ഐ സമരപന്തലിലേക്ക് എത്തിയിട്ടില്ല. ഡിവൈഎഫ്ഐ ചത്തുപോയി എന്നുള്ള വിമർശനമാണ് കെ സുരേന്ദ്രൻ ഉന്നയിച്ചത്. അല്ല, യുവമോർച്ചക്കാരും കെ സുരേന്ദ്രൻ ഉന്നയിക്കുന്ന കാര്യത്തിൽ ഞങ്ങളിപ്പോൾ ഇവിടെ മറുപടി പറയുന്നില്ല. ഡിവൈഎഫ്ഐ നേരത്തെ ഈ സമരപന്തലിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരുടെ ആഗ്രഹത്തിനനുസരിച്ചല്ലോ ഞങ്ങൾ വരിക. അപ്പോൾ അവർക്ക് പല ആഗ്രഹങ്ങളുണ്ടാവാം. അപ്പോൾ അവർ കേന്ദ്രത്തിൽ അവരുടെ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയിട്ടുള്ള തീവട്ടിക്കൊള്ളയുണ്ട്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ പരീക്ഷയാകെ അട്ടിമറിച്ച, അതിന് നേതൃത്വം കൊടുത്ത, അവരെ പിന്തുണക്കുന്ന കെ സുരേന്ദ്രനെ പോലെയുള്ള ആളുകൾക്ക് ഇങ്ങോട്ട് വരാനുള്ള അവകാശമില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. അവർക്ക് എന്ത് ധാർമ്മികതയാണുള്ളത്? ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ നടത്തിയ ഐതിഹാസികമായ സമരത്തിൻ്റെ ഉജ്ജ്വലമായ വിജയം നമ്മൾ കണ്ടു. ആ സമരം ചെയ്ത വിദ്യാർത്ഥികളെ ദേശദ്രോഹികൾ എന്നാണ് ഈ സുരേന്ദ്രൻ ഉൾപ്പെടെ ആളുകൾ വിശേഷിപ്പിച്ചത്. അപ്പോൾ ഇവിടെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് സുരേന്ദ്രൻ കടന്നു വന്ന് അതും ഇതും പറയുന്നു, ഡിവൈഎഫ്ഐക്ക് നേരെ ആരോപണം ഉന്നയിക്കുന്നു. അതിനെല്ലാം ആ വില മാത്രമേ ഞങ്ങൾ കൊടുക്കുന്നുള്ളൂ. BJP എന്താണ്, RSS എന്താണ്, അവർ ഈ നാട്ടിലെ ഉദ്യോഗാർത്ഥികളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന കൊടിയ പാതകം എന്താണെന്ന് നമുക്കറിയാം. സുരേന്ദ്രൻ അത്ര വലിയ ഉദ്യോഗാർത്ഥികളോട് വലിയ ഇഷ്ടമുണ്ടെങ്കിൽ, അവരോട് അനുകൂലമായ സമീപനമുണ്ടെങ്കിൽ, കേന്ദ്ര ഗവൺമെൻറ് ഇന്ന് തടഞ്ഞു വെച്ചിട്ടുള്ള തൊഴിലിൻ്റെ എണ്ണം എത്രയാണ്? കേന്ദ്രത്തിൻ്റെ തെറ്റായ സമീപനത്തിൻ്റെ ഭാഗമായിട്ട് നഷ്ടപ്പെടുന്ന തൊഴിലുകൾ എത്രയാണ്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ പി ശിവദാസൻ MP ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് ഏതാണ്ട് ഏത് സ്ഥാപനമാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ആ സ്ഥാപനത്തിൽ 33% ഒഴിവുകൾ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. 33% വേക്കൻസികൾ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്. റെയിൽവേയിൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. പൊതുമേഖല സ്വകാര്യവൽക്കരിച്ചതിൻ്റെ ഭാഗമായിട്ട് BSNL തകർന്ന് തരിപ്പണമായി. HRL പുതിയ തൊഴിലവസരമില്ല. BPCL പുതിയ ആളെ വിളിക്കുന്നില്ല. ബാങ്കിങ് സെക്ടറിൽ പുതിയ ആളെ വിളിക്കുന്നില്ല. എവിടെയാണ് ആളെ വിളിക്കുന്നത്? എവിടെയാണ് പുതിയ ജോലി കൊടുക്കുന്നത്? ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ലേബർ കോഡ് കൂടി നടപ്പാക്കിയതിൻ്റെ ഭാഗമായിട്ട് സ്ഥിരം തൊഴിൽ എന്ന സംവിധാനം തന്നെ അട്ടിമറിച്ചിട്ട് അതിന് മേലെ കുത്തിരുന്നിട്ടാണ് സുരേന്ദ്രനെ പോലുള്ള ആളുകൾ ഇത്തരം വിടുവായുത്വം പറയുന്നത്. ഇപ്പോൾ സുരേന്ദ്രൻ്റെ വാക്കുകൾക്കൊന്നും കേരളത്തിലെ വിദ്യാർത്ഥികൾ, ഉദ്യോഗാർത്ഥികൾ കക്ഷി രാഷ്ട്രീയ അതീതമായി പുല്ലുവില മാത്രമേ കൽപ്പിക്കൂ എന്നാണ് ആ കാര്യം സംബന്ധിച്ച് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇവരുടെ ഈ സമരം ഈ നിലയിൽ ഗവൺമെൻറ് കൈകാര്യം ചെയ്യാൻ പാടില്ല. ഉദ്യോഗാർത്ഥികളെ കേൾക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഇതൊരു ജനാധിപത്യ സർക്കാരാണ്. അപ്പോൾ ആ ജനാധിപത്യ സർക്കാർ ഈ നിലയിൽ നിരാഹാരം കിടക്കുന്ന ഉദ്യോഗാർത്ഥികളോട് നേരത്തെ പറഞ്ഞ വാക്ക് പാലിക്കണം എന്നുകൂടിയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അവരാണല്ലോ ഇവരെ ആദ്യഘട്ടത്തിൽ സമരത്ത്. ഇപ്പോൾ ഒരു ഉദ്യോഗാർത്ഥി ഇന്നലെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്, നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇവർക്കിവിടെ സമരം ചെയ്യാൻ ആവശ്യമായ സാമ്പത്തിക സഹായം ഉൾപ്പെടെ കൊടുത്തു എന്ന അതീവ ഗൗരവമായിട്ടുള്ള ഒരു ആരോപണം ഈ സമരപ്പന്തലിൽ നിന്നൊരു ഉദ്യോഗാർത്ഥി ഫേസ്ബുക്ക് വഴി പറയുന്നതായിട്ട് നമ്മൾ കണ്ടു. അതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം. അവരിവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രൂപത്തിൽ ഇടപെട്ട ആളുകൾ എന്തേ ഭരണം കിട്ടിയപ്പോൾ ഇതിനെക്കുറിച്ചൊരു അക്ഷരം മിണ്ടാത്തത്? ആ ഇരട്ടത്താപ്പ് കൂടിയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്.